നമ്മള് ടൂറ് പോയതേനു ഗേൾസ് കസിൻസ് ഒക്കെ. ഇത് ജിസ്ന ചേച്ചി, അഞ്ചു ചേച്ചി വണ്ടി ഓടിക്കാണ്. ഇത് ശ്രീകുട്ടി ചേച്ചി, ഇത് കുക്കു ചേച്ചി, ഇത് വാവ് ചേച്ചി. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കൊച്ചുകുട്ടി പറഞ്ഞതുപോലെ ഞങ്ങൾ കസിൻ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒമിനി എടുത്താണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴി ആദ്യം തന്നെ പെട്രോൾ അടിച്ചു കേട്ടോ. വൈകുന്നേരം നമ്മൾ കുടുങ്ങി പോകരുതല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പെട്രോൾ അടിക്കാൻ കേട്ടോ കയറിയത്. അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ മാപ്പൊക്കെ ഇട്ട് ഒമിനിയിൽ പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾ വണ്ടി എടുത്ത് പോകണമെന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ ഞങ്ങൾ കരുതി ഒമിനിയുള്ള പദം എടുത്ത് പോകാമെന്ന്. കുറേ പേര് വണ്ടി ഓടിക്കേണ്ടത്, ഒരാൾ മാത്രം ഓടിച്ചു. വീട്ടിൽ നിന്നൊരു 10:30 ഇറങ്ങി അവിടെ ഒരു 12 മണിയാകുമ്പോൾ എത്തിട്ടോ. ഒരു പെട്ടെന്നുണ്ടായ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ന്യൂ ഇയറിനേക്ക് വേണ്ടിയിട്ട്. അപ്പം ന്യൂ ഇയർ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പക്ഷെ പിന്നെ ഗ്രൂപ്പൊന്നും ആക്റ്റീവ് ആവുന്നതല്ല. അപ്പോൾ പെട്ടെന്ന് ശ്രീക്കുട്ടി പറഞ്ഞു നമുക്ക് നാളെ ഒരു ട്രിപ്പ് പോയാലോ എന്ന്. കുറേ പേർക്ക് നാളെ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നീണ്ടുപോയാൽ ഗേൾസ് ട്രിപ്പൊക്കെ ആണല്ലോ. ഗേൾസ് ട്രിപ്പ് എന്നല്ല, ഏതൊരു ട്രിപ്പ് നീണ്ടുപോയാൽ പിന്നെ നടക്കുകയില്ലല്ലോ. ചൂടോടെ നടന്നാലല്ലേ ആ ട്രിപ്പ് വർക്കാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി തിരിച്ചിട്ടു. ഞങ്ങൾ നേരെ പോകുന്നത് തോണിക്കടവിലേക്കാണ്. അങ്ങനെ അവിടെ എത്തി പറഞ്ഞ ഞങ്ങൾ പാർക്കിൻ്റെ ഏരിയയിലേക്ക് കേട്ടോ ആദ്യം പോയത്. അവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇവിടെ മേലെ വന്നാൽ ഇങ്ങനെ നല്ലൊരു സീനറി കേട്ടോ കാണുക. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ മേലെ ഇത് കാണാൻ. ഞാൻ ഇവിടെ ഒരാളെ നോക്കുമ്പോൾ ഒരാൾ പ്രത്യേകം നടക്കുന്നു കേട്ടോ. ഇത് താറാവ് നടത്തങ്ങാന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആളെന്തായാലും വൈബ് തന്നെയാണ്. പിന്നെ ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾ എൻ്റെ അടുത്തേക്ക് വരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഒതുങ്ങിയില്ല കേട്ടോ. ഞാൻ ആളുടെ ആൻറ്റി ആണെങ്കിലും ഞങ്ങൾ അത്ര പരിചയമായില്ല കേട്ടോ. പിന്നെ കൃഷ്ണനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ മേലെ കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ക്ഷീണമായിട്ടോ, വെയിലൊക്കെ ചൂടൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ മെല്ലെ താഴോട്ടേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതന്നെ കയറിയ സമയത്ത് താഴോട്ടേക്ക് ഇറങ്ങിയാൽ താഴത്തെത്തും. തോണിക്കടവിലേക്ക് വരുന്ന ഒട്ടുമിക്ക ആൾക്കും ഈ പാർക്കിൻ്റെ ഒരു സ്ഥലം അറിയില്ല തോന്നും കേട്ടോ. എല്ലാവർക്കും ഇല്ല, കുറച്ച് പേർക്കും ഒക്കെ. എല്ലാവരും ആ വെള്ളമുള്ള ഏരിയയിൽ വന്നിട്ടാണ് പോയി കറങ്ങി കളിക്കൽ കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പാർക്കിംഗ് സെക്ഷനിലേക്ക് ഇറങ്ങി. അവിടെ ഓരോരോ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു മേൽഭാഗത്താണ്. ഞങ്ങൾ പിന്നെ അവിടുന്ന് എല്ലാവരും കുറേ വട്ടത്തിൽ കറങ്ങി പിന്നെയും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് താഴോട്ടേക്കാണ് പിന്നെ ഊഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തി 12:30 ആയിട്ടോ എത്തിയത്. പിന്നെ കുറച്ച് മേലൊക്കെ കറങ്ങി താഴോട്ട് ഇറങ്ങുമ്പോഴേക്ക് സമയം ഒരു 2 മണിക്ക് അടുപ്പിച്ച് കഴിഞ്ഞിട്ട് നല്ല വിശപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ഇങ്ങനത്തെ ഫുൾ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ട് അതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറുന്നതായിട്ട് എല്ലാവർക്കും ഹോബീസ്. അങ്ങനെ പിന്നെ എനിക്കൊരു കൂളിംഗ് ഗ്ലാസ് അവിടെ നിന്ന് വിളിക്കുന്നത് ഞാനത് വെച്ചിട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ എങ്ങനെയോ വലിഞ്ഞ് കയറി പിന്നെ ഇറങ്ങാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുന്ന് പോയതിൽ 2 പേരെ ചെറിയ മക്കളും കേട്ടോ, ബാക്കി എല്ലാവരും അത്യാവശ്യം വലിയവർ തന്നെയാണ്. അപ്പം ഞങ്ങളെല്ലാവരും വയസ്സ് മറന്നിട്ട് ഈ എല്ലാ കളിപ്പാട്ടത്തിലും ഓടി വലിഞ്ഞ് കയറി എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും. പിന്നെ പ്രായമൊന്നും ആരും ഓർക്കരുതല്ലോ. പിന്നെ 30 വയസ്സുള്ള ചെറിയൊരു കുട്ടി ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. 30 ഇല്ലെങ്കിൽ 29, 28 അത് വരെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ വലുങ്ങനല്ല കേട്ടോ. പിന്നെ അതുമല്ല വേറെ ഏതെങ്കിലും പാർക്ക് പോയി നമ്മൾ വലിയ പിള്ളേർ കയറിയാൽ സെക്യൂരിറ്റി പറയുമല്ലോ 18 വയസ്സിന് മേലുള്ള പിള്ളേരെ പറ്റില്ല എന്ന്. പക്ഷെ ഇവിടുത്തെ സെക്യൂരിറ്റിനെ കണ്ടിട്ടും ഇല്ല, അങ്ങനെ ഇവിടെ ആരും പറയാനും വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിനും വലിയ കയറി എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു ഓഫ് ഡേ ആട്ടോ ഇവിടേക്ക് വന്നത്. പക്ഷെ എന്നിട്ടും വലിയ തിരക്കൊന്നുമില്ല. കാരണം വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ പാർക്ക് അറിയില്ല. പിന്നെ ഈ പാർക്കിനെക്കാളും കൂടുതൽ ഭംഗി അവിടെ ആ പുഴ ഒഴുകുന്ന ഭാഗത്താണ് കേട്ടോ. അതാണ് തോണിക്കടവിൻ്റെ ഏറ്റവും നല്ല ഭംഗി അതാണ് കേട്ടോ. കൃഷ്ണയ്ക്ക് ഇതിൻ്റെ മുകളിലേക്ക് വലിയ കയറാൻ എളുപ്പമായിരുന്നു, പക്ഷെ ഇറങ്ങാൻ നല്ല കഷ്ടപ്പാടായിരുന്നു. പക്ഷേ എങ്കിൽ ഇവള് കാല് വെച്ച് താഴോട്ടേക്ക് ഇറങ്ങിട്ടോ. ഇപ്പോൾ സമയം 2-2:30 ആയിട്ട് കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പ് വന്നതിൻ്റെ കേട്ടോ. പിന്നെ ഇവിടുന്ന് പാർക്കിൽ നിന്ന് മാറാൻ സമയം ആ പുഴയുള്ള സ്ഥലത്തേക്ക് പോവാട്ടോ ഞങ്ങൾ ഇവിടെ കറങ്ങി ഫുള്ള് കറങ്ങി. ഇനി തിരിച്ച് നമ്മൾ എങ്ങോട്ട് പോവുക? ആ വെള്ളമുള്ള ഭാഗത്തേക്ക് പോവുക കേട്ടോ. കൊച്ചുകുട്ടി കുളം കര കുളം. ഞങ്ങൾ നേരെ വിട്ടത് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ. അവിടെ പോയി ഞങ്ങൾ എന്ത് കഴിക്കുന്നവരെ ചർച്ച ഉണ്ട്. ലാസ്റ്റ് എത്തിപ്പിടിച്ച് ബിരിയാണിയിൽ തന്നെ എത്തി. നല്ല സൂപ്പർ ബിരിയാണി തന്നെയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ആ പാർക്കേരിയിൽ നിന്ന് മറ്റേ വെള്ളമുള്ള തോണിക്കടവിലേക്ക് 1 കിലോമീറ്റർ ദൂരം ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഈ 1 കിലോമീറ്റർ മുന്നേ അറിയുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇത് നടക്കാമെന്ന്. പിന്നെ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് 1 കിലോമീറ്ററുള്ള ഇവരെ അറിയുന്നത്. പിന്നെ ഞങ്ങൾ ഒമിനി സ്റ്റാർട്ടാക്കി ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടേക്ക് വന്നു കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ മൈൻഡൊക്കെ മാറി, പാർക്കിൻ്റെ അറ്റ്മോസ്ഫിയർ മാറി. ഇവിടെ അത്രയും വൈബായിട്ടോ. പിന്നെ അപ്പോഴേക്ക് ഞങ്ങളെ കൂട്ടത്തിലെ ചെറിയ ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ആൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല, ബിരിയാണി വല്ലിങ്ങനെ കഴിച്ചത്, ഉറങ്ങിപ്പോയല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ എഴുന്നേറ്റ് കരയാൻ തുടങ്ങി കേട്ടോ. വെള്ളം കണ്ടാൽ നിൽക്കും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ പറയും കുതിര.
ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒരു കിടത്തം നിർബന്ധമാണല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളങ്ങോട്ട് കിടന്നു കേട്ടോ. പിന്നെ കുറച്ച് റൊമാൻസ് ആവാമല്ലോ കരുതി ഞാൻ കൃഷ്ണനോട് കുറച്ച് റൊമാൻസിന് പോയതാണ്. പക്ഷെ കൃഷ്ണ തൽപര കക്ഷിയല്ല. ഇത് കുക്കൂട്ടിയാണ് കേട്ടോ, ഞങ്ങളുടെ കുടുംബത്തിലെ പാവം കൊച്ചാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസ് ഒക്കെ ചെയ്തു കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. 2-3 തവണ ടേക്കിലാട്ടോ ഞങ്ങൾക്ക് ശരിയായി കിട്ടിയത്. പിന്നെ ഞങ്ങളെ ക്യാമറമാൻ കൃഷ്ണയാണ് കേട്ടോ. പിന്നെ ഇതാ 2-3 ആടും കുട്ടികൾ പോകുന്നുണ്ട് കേട്ടോ. ഈ കുഞ്ഞു മക്കൾക്ക് ഈ ആടിനൊരു പേടില്ല, വടി പിടിച്ച് അടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ മികമോൾ അതെല്ലാം നോക്കി നിന്ന് എൻജോയ് ചെയ്തേ. പിന്നെ ഞങ്ങളെല്ലാവരും വട്ടത്തിലിരുന്ന് പരദൂഷണം പറഞ്ഞു തുടങ്ങി കേട്ടോ. കഥകൾ പറഞ്ഞ് തീരുന്നില്ല. പിന്നെ അതിനുശേഷം എൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നേ. പാട്ട് കേട്ടിട്ടാണോ അറിയില്ല, ഞാൻ തന്നെ ഇവരെല്ലാവരും കൊണ്ട് ഓടിയിട്ടോ. പിന്നെ ഞങ്ങൾ ഓടിപ്പോയി ചെറിയ മുകളുടെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു ഐഡിയ തോന്നി, ഇവരെ വട്ടത്തിലാക്കി കറങ്ങിയാലോ. പിന്നെ ഞങ്ങൾ ഫുള്ള് കറങ്ങിട്ടോ. പിന്നെ സമയം 3 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊരു 4 മണി 4:30 ഇറങ്ങിയാൽ വീട്ടിലൊരു 6 മണിക്ക് ആകുമ്പോൾ എത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഒട്ടും സമയം കളയാതെ തന്നെ അവിടുത്തെ ആ പുഴ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടോ. ഇത് ഭയങ്കര നല്ല തണുത്ത വെള്ളമാണ്, അതുപോലെ കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. മഴക്കാലത്തൊക്കെയാണ് പിന്നെയും കൂടുതൽ വെള്ളം ഉണ്ടാവല്. ഇതിൻ്റെ മുന്നേ ഒരു മഴക്കാലത്ത് വന്ന് ഞാൻ ഫുള്ള് കുളിച്ച് പോയതാണ് കേട്ടോ. ഇപ്പോൾ ഒഴുക്കൊന്നും ഇല്ലാത്ത വെള്ളമായതുകൊണ്ട് അങ്ങനെ വല്ലങ്ങനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അതുപോലെ മഴക്കാലത്ത് ഇവിടെ വന്നാലുണ്ടല്ലോ, അപ്പോൾ മലഭാഗത്ത് എവിടെയെങ്കിലും ശക്തിയായി മഴ പെയ്താലും ഈ ഭാഗത്തേക്ക് മഴയില്ലെങ്കിലും പെട്ടെന്ന് ഒഴുക്ക് വെള്ളം ഒഴുകി വരും കേട്ടോ. പിന്നെ മികമോള് ഫുള്ള് നല്ല വെള്ളത്തിൽ കളിയായിട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വെള്ളം. ഞങ്ങൾ ഇറക്കിയിട്ട് പിന്നെ തിരിച്ച് കയറുന്നതേ ഇല്ല. അത്ര നന്നായി എൻജോയ് ചെയ്തിട്ട് കുഞ്ഞി വാവേനെ കണ്ടാലേ അറിയാം വാവയ്ക്ക് എത്രത്തോളം സന്തോഷമായിട്ട്. ആള് നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ പിങ്കും വൈറ്റും ഉടുപ്പിട്ട ആളാട്ടോ ഈ കുഞ്ഞിവാവയുടെ അമ്മ. ഈ കാണുന്നത് പുഴയാണോ തോടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. തോടാണെങ്കിലും പുഴയാണെങ്കിലും കുറച്ച് വെള്ളമേ ഉള്ളൂ. നമ്മൾ അവിടുന്ന് ആ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് കിടക്കുക കേട്ടോ. പിന്നെ ഈ ഭാഗത്തൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ടേക്കും ക്രോസ് ചെയ്യാൻ കേട്ടോ. അതാണ് ഇതിലെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ വേണ്ടി കുളിക്കാം അങ്ങനെയൊക്കെ. പിന്നെ മഴക്കാലത്തൊക്കെ അല്ലേ കുളിക്കുന്നതിൽ ഒരു രസമുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടേക്ക് മുറിച്ച് കിടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ ഈ പുഴ മുറിച്ച് അങ്ങോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും വരുന്നതേ ഉള്ളേ. അതുപോലെ ഈ ഭാഗത്ത് നല്ല ആഴമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും എത്തിയിട്ട് എല്ലാവരും എങ്ങനെ ഇങ്ങോട്ട് വരിക എന്നുള്ളത്, കാരണം വെച്ചാൽ ഈ ഭാഗത്ത് അത്യാവശ്യം ആഴമുള്ളതുകൊണ്ടേ കൊച്ചുകുട്ടിക്ക് അങ്ങനെ കൈ കൊടുത്ത് കൊച്ചുകുട്ടീനെ ഞാൻ സുരക്ഷിതമായി ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ആഴമുണ്ട്. അവരെ മുട്ടോളത്തിന് മേലെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവനെ വെക്കാത്തതുകൊണ്ട് ഞങ്ങൾ വാവനെ എടുത്താട്ടോ കൊണ്ടുവന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ആളുടെ ഉടുപ്പൊക്കെ നനഞ്ഞതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുവാവനെ ടർക്കി ഉടുപ്പിച്ച് കൊണ്ടുവരാം കേട്ടോ. ഒരു 4:30 ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വീട്ടിലേക്ക്. പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ഒമിന്ന് പാട്ടൊക്കെ പാടി കേട്ടോ. ഞങ്ങളെ പാട്ടുകൊണ്ടാണോ അറിയുന്നില്ല, ഞങ്ങളെ വണ്ടിക്കാരൊക്കെ ഞങ്ങളെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഈ ഭാഗമാണ് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പിന്നെ മൈക്ക് ഉപയോഗിച്ച് പാട്ടൊക്കെ പാടി വന്നതുകൊണ്ട് എല്ലാ വണ്ടിക്കാരും നാട്ടുകാരും മൊത്തം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ട്രിപ്പിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ശ്രീകുട്ടി ഗ്രൂപ്പിൽ പറഞ്ഞതാണ് കേട്ടോ, നമുക്ക് നാളെ ഒരു ട്രിപ്പ് പോയാലോ എന്ന്. അപ്പം ഞങ്ങൾ ശരിക്കും ഈ ട്രിപ്പ് ഇവിടെ എത്തിക്കാൻ കാരണം ശ്രീകുട്ടിൻ്റെ ഒരൊറ്റ ഒരു അഭിപ്രായം തന്നെയാണ്. അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു കേട്ടോ. അപ്പം ശ്രീകുട്ടിയാണ് ഞങ്ങൾ ഈ ട്രിപ്പിന് ഇവിടെ എത്തിച്ചത് കേട്ടോ. അപ്പം തന്നെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഓള് ഗേൾസ് ട്രിപ്പ് ഉണ്ടാക്കിയെടുത്തു. നമ്മളിവിടെ തോണിക്കാട് എത്തിച്ചു. ആ ശ്രീകുട്ടി